ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വാക്കാണ് സിൻസ്. ഇംഗ്ലീഷ് എഴുതുമ്പോഴും സിൻസ് എന്ന വാക്കിന് ഒരുപാട് പ്രാധാന്യം ഉണ്ട്. സിൻസ് എന്ന വാക്കിന് ഡിഫറൻറ്റ് യൂസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ഡിഫറൻറ്റ് കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനെ ഡിഫറൻറ്റ് കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക സ്വാഭാവികം തന്നെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ആ കൺഫ്യൂഷനൊക്കെ മാറ്റണം. സിൻസ് എന്ന വാക്ക് ഏത് പാർട്സ് ഓഫ് സ്പീച്ചിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ അത് ഒരു പ്രപ്പോസിഷനായിട്ട് ഉപയോഗിക്കാം, അതൊരു കൺജങ്ഷനായിട്ട് ഉപയോഗിക്കാം, അത് ഒരു ആഡ്വേർബായിട്ടും ഉപയോഗിക്കാം. ഇനി നമുക്ക് സിൻസ് എന്ന വാക്കിൻ്റെ ഡിഫറൻറ്റ് യൂസസ് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, സിൻസിൻ്റെ ഒപ്പം സിൻസ് പ്ലസ് പോയിൻ്റ് ഓഫ് ടൈം. സിൻസിൻ്റെ ഒപ്പം ഒരു പോയിൻ്റ് ഓഫ് ടൈം ഉപയോഗിക്കുന്നത്. എന്താണ് ഈ പോയിൻ്റ് ഓഫ് ടൈം എന്ന് പറയുന്നത്? മോർണിംഗ് എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഓഫ് ടൈമാണ്. യെസ്റ്റർഡേ എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഓഫ് ടൈമാണ്. 2 o'clock 3 o'clock എന്നൊക്കെ പറയുന്നത് പോയിൻ്റ് ഓഫ് ടൈം ആണ്. നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ഇതൊക്കെ പോയിൻ്റ് ഓഫ് ടൈമാണ്. 2010, 2020, 2014, 2015, 2016 എന്നൊക്കെ പറയുന്ന അതൊക്കെ പോയിൻറ്റ്സ് ഓഫ് ടൈം ആണ്. ഇത് വളരെ ഈസി ആയിട്ട് ഓർക്കാൻ പറ്റിയ ഒരു വഴിയുണ്ട്. ഇപ്പോൾ ആസ് പെർ കലണ്ടർ ആൻഡ് ക്ലോക്ക് എന്നാലോചിച്ചാൽ മതി. അപ്പോൾ കലണ്ടറിലുള്ളതല്ലേ ഡേറ്റ്സ്, ഡേ, മന്ത്, ഇയർ ഒക്കെ. അപ്പോൾ അതാണ് ആസ് പെർ കലണ്ടർ. അതുപോലെ ആസ് പെർ ക്ലോക്ക് എന്ന് പറയുന്നത് ടൈം, 2 o'clock 3 o'clock എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതാണ് പോയിൻ്റ് ഓഫ് ടൈം. അപ്പോൾ സിൻസിൻ്റെ ഒപ്പം ഒരു പോയിൻ്റ് ഓഫ് ടൈം യൂസ് ചെയ്യുന്നത് എവിടെയാണ്? അവിടെ സിൻസിൻ്റെ മീനിങ് മുതൽ എന്നാണ്. സിൻസ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ മോർണിംഗ് മുതൽ. സിൻസ് 2 o'clock എന്ന് പറഞ്ഞാൽ 2 o'clock മുതൽ, 2 മണി മുതൽ. സിൻസ് നവംബർ എന്ന് പറഞ്ഞാൽ നവംബർ മുതൽ. സിൻസ് 2014 എന്ന് പറഞ്ഞാൽ 2014 മുതൽ. സിൻസ് എന്നതിൻ്റെ കൂടെ പോയിൻ്റ് ഓഫ് ടൈം യൂസ് ചെയ്യുന്നത് എവിടെയാണ്? സിൻസിൻ്റെ ഒപ്പം പോയിൻ്റ് ഓഫ് ടൈം, സിൻസ് പ്ലസ് പോയിൻ്റ് ഓഫ് ടൈം അങ്ങനെ യൂസ് ചെയ്യുന്നത് സിൻസിൻ്റെ മീനിങ് അവിടെ മുതൽ എന്നാണ്. മാത്രമല്ല അതൊരു പ്രപ്പോസിഷനായിട്ടാണ് അവിടെ ഉപയോഗിക്കുന്നത്. നമുക്ക് സെൻറ്റൻസ് നോക്കാം. ഐ ഹാവ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് സിൻസ് 2021. 2021 മുതൽ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിൻ്റെ മീനിങ്. ഐ ഹാവ് ബീൻ എന്നത് ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അന്ന് മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിൻസ് 2021 മുതൽ എന്ന മീനിങ് ആണ് അവിടെ. ഐ ഹാവ് ബീൻ എന്നതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ട് അതിൻ്റെ ഒരു കൺട്രാക്റ്റഡ് ഫോം നമുക്ക് പറയാം. ഐ ബീൻ, ഐ കഴിഞ്ഞിട്ട് അപ്പോസ്ട്രോഫി ഇടുക, VE എഴുതുക. അപ്പോൾ ഐ ബീൻ എന്ന് പറയേണ്ട കാര്യമേ ഉള്ളൂ. അതുപോലെ തന്നെ വേറൊരു സെൻറ്റൻസ്, ഷീ ഈസ് ബീൻ വാച്ചിങ് TV സിൻസ് മോർണിംഗ്. ഷീ ഈസ് ബീൻ വാച്ചിങ് TV, ഷീ ഹാസ് ബീൻ, അവൾ TV വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോർണിംഗ് മുതൽ. ഇതും അവിടെ സിൻസ് ഉപയോഗിച്ചു. അത് ഒരു പ്രപ്പോസിഷൻ്റെ ഫങ്ഷനാണ് അവിടെ ചെയ്യുന്നത്. മോർണിംഗ് മുതൽ അവൾ TV വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് ബീൻ വാച്ചിങ് TV സിൻസ് മോർണിംഗ്. ഹി ഹാഡ് ബീൻ സ്റ്റേയിങ് ഹിയർ സിൻസ് നവംബർ. ഹി ഹാഡ് ബീൻ സ്റ്റേയിങ് ഹിയർ സിൻസ് നവംബർ എന്ന് പറയുമ്പോൾ നവംബർ മുതൽ അവൻ ഇവിടെ സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴല്ല, കാരണം ഹി ഹാഡ് ബീൻ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പാസ്റ്റിൽ തുടങ്ങിയ ഒരു കാര്യം കുറേ നാൾ താമസിച്ചു, പിന്നെ ഇപ്പോൾ താമസിക്കുന്നില്ല. അതുകൊണ്ടാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അവിടെ ഉപയോഗിച്ചത്. ഹി ഹാഡ് ബീൻ സ്റ്റേയിങ് ഹിയർ സിൻസ് നവംബർ. ഇവിടെ സിൻസ് നവംബർ. അപ്പോൾ സിൻസ് കഴിഞ്ഞിട്ട് പോയിൻ്റ് ഓഫ് ടൈം ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നെഗറ്റീവ് സെൻറ്റൻസസ് ആവാം. ഐ ഹാവ് നോട്ട് ബീൻ ഗോയിങ് ടു ഓഫീസ് സിൻസ് മാർച്ച്. ഞാൻ ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുകയല്ല മാർച്ച് മുതൽ അപ്പോൾ പോകുന്നില്ല. അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഐ ഹാവ് നോട്ട് ബീൻ ഗോയിങ് ടു ഓഫീസ് സിൻസ് മാർച്ച്. അവിടെ നോക്കൂ, ഐ കഴിഞ്ഞ് അപ്പോസ്ട്രോഫി VE ഇടുന്നത് ഐ ഹാവ് എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ്. അപ്പോൾ ഐ ഹാവ് നോട്ട് ബീൻ ഗോയിങ് ടു ഓഫീസ് സിൻസ് മാർച്ച്. അവിടെയും സിൻസ് പ്ലസ് മാർച്ച് എന്നത് പോയിൻ്റ് ഓഫ് ടൈം ആണ്.
ഇപ്പോൾ നിങ്ങൾക്ക് നവംബർ എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ മോർണിംഗ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം തോന്നാം. മോർണിംഗ് എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഓഫ് ടൈം ആകുന്നത് എങ്ങനെയാണ്? അതൊരു പീരീഡ് ഓഫ് ടൈം അല്ലേ? ഒരു മോർണിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു 3 to 4 hours ഉള്ളൊരു സമയം ആണ്. പക്ഷേ സിൻസ് മോർണിംഗ് എന്ന് പറയുമ്പോൾ മോർണിംഗ് പോയിൻ്റ് ഓഫ് ടൈം ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം ഒരു ഡേ ഫുള്ളായിട്ട് നോക്കുമ്പോൾ അതിലൊരു പോയിൻ്റ് ഓഫ് ടൈമാണ് മോർണിംഗ്. അതല്ലാതെ ഇൻ ദ മോർണിംഗ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു പീരീഡ് ഓഫ് ടൈം ആണ്. അതുപോലെ തന്നെ ഐ വർക്ക് ദർ ഇൻ നവംബർ എന്ന് പറയുമ്പോൾ ഞാൻ നവംബറിൽ അവിടെ വർക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ നവംബർ അവിടെ പീരീഡ് ഓഫ് ടൈം ആണ്. പക്ഷേ സിൻസ് നവംബർ എന്ന് പറയുമ്പോൾ നമ്മൾ പോയിൻ്റ് ഓഫ് ടൈം ആയിട്ടാണ് അത് എടുക്കുന്നത്. ഒരു ഇയർ ഫുൾ നോക്കുമ്പോൾ നവംബർ ഒരു പോയിൻ്റ് ഓഫ് ടൈം ആണ്. ഇപ്പോൾ ആദ്യത്തെ യൂസ് നമ്മൾ പഠിച്ചത് സിൻസ് പ്ലസ് പോയിൻ്റ് ഓഫ് ടൈം, മുതൽ എന്ന മീനിങ്ങിൽ ഉപയോഗിക്കുന്നു. അതൊരു പ്രപ്പോസിഷൻ്റെ ഫങ്ഷനാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി സിൻസിൻ്റെ അടുത്ത ഉപയോഗം എന്താണെന്ന് നോക്കാം. ഞാൻ നിങ്ങളെ കണ്ടതു മുതൽ നിങ്ങളെപ്പറ്റി തന്നെ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളെ കണ്ടതു മുതൽ നിങ്ങളെപ്പറ്റി തന്നെ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ വന്നത് മുതൽ നീ എന്നോട് സംസാരിച്ചിട്ടില്ല. ഇവിടെ വന്നത് മുതൽ. ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് ഉപയോഗിക്കേണ്ടത് വേറെ ഒരു ഡിഫറൻറ്റ് സ്ട്രക്ചറാണ്. സിൻസ് എന്ന വാക്ക് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ്, പിന്നെ വേർബിൻ്റെ V2 ഫോമാണ് ഉപയോഗിക്കേണ്ടത്, പാസ്റ്റ് ടെൻസ് ഫോം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. സിൻസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V2 ഫോം. നിന്നെ കണ്ടത് മുതൽ ഞാൻ നിന്നെപ്പറ്റി തന്നെ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നിന്നെ കണ്ടത് മുതൽ എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഐ ഹാവ് ബീൻ തിങ്കിങ് എബൌട്ട് യു. I have been thinking about you since I saw you. നിന്നെ കണ്ടത് മുതൽ. സിൻസ് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സബ്ജക്റ്റാണ് സിൻസ് ഐ. അപ്പോൾ സിൻസ് പ്ലസ് സബ്ജക്റ്റ്, അത് കഴിഞ്ഞാൽ സിൻസ് ഐ സോ യു. സി എന്ന കാണുക എന്ന വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് സോ, V2 ഫോം. അപ്പോൾ സിൻസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V2 ഫോമാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അവിടെയും സിൻസിൻ്റെ ഉപയോഗം ഉണ്ട്. ഇനി ഇവിടെ വന്നത് മുതൽ നീ എന്നോട് സംസാരിച്ചിട്ടില്ല. ഇവിടെ വന്നത് മുതൽ നീ എന്നോട് സംസാരിച്ചിട്ടില്ല. യു ഹാവൻറ്റ് ടോക്ക് ടു മീ സിൻസ് യു കെയിം ഹിയർ. സിൻസ് കഴിഞ്ഞിട്ട് യു സബ്ജക്റ്റ്, കെയിം എന്നത് കം എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. സിൻസ് യു കെയിം ഹിയർ. ഇവിടെ വന്നത് മുതൽ നീ എന്നോട് സംസാരിച്ചിട്ടില്ല. യു ഹാവൻറ്റ് ടോക്ക് ടു മീ, അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പക്ഷേ ആദ്യം ഉപയോഗിച്ച സെൻറ്റൻസ് ഐ ഹാവ് ബീൻ തിങ്കിങ് എബൌട്ട് യു എന്ന് പറയുമ്പോൾ അത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇനി അടുത്തത് സിൻസിൻ്റെ ഒരു ഉപയോഗം. നമ്മൾ സാധാരണ പറയാറുണ്ട്, അവൻ ഇവിടെ വന്നിട്ട് 2 കൊല്ലമായി. അവൾ എന്നെ ഒന്ന് ഫോൺ ചെയ്തിട്ട് 6 മാസമായി. ഞാനൊരു സിനിമയ്ക്ക് പോയിട്ട് 1 കൊല്ലമായി. ഞാനൊരു ബിരിയാണി കഴിച്ചിട്ട് 2 ആഴ്ചയായി എന്നൊക്കെ. ഇവിടെയും നമുക്ക് സിൻസ് ഉപയോഗിക്കാം. അത് അത്തരം സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. ഇറ്റ് ഹാസ് ബീൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ അവൻ ഇവിടെ വന്നിട്ട് 2 കൊല്ലമായി എന്ന് പറയുമ്പോൾ 2 കൊല്ലത്തിന് മുൻപ് ഒരു ദിവസം വന്നതാണ്. അത് 2 കൊല്ലത്തിന് മുൻപുള്ള ഒരു ദിവസം. ഇവിടെ നിന്ന് പ്രസൻറ്റിൽ നിന്ന് നമുക്ക് 2 years ബാക്കിലേക്ക് നോക്കാം. അതാണ് ആ പോയിൻ്റ്. അന്ന് വന്നതാണ്, അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്നിട്ടില്ല എന്നാണ് അതിനർത്ഥം. ഇറ്റ് ഹാസ് ബീൻ 2 years സിൻസ് ഹീ കെയിം ഹിയർ. ഇറ്റ് ഹാസ് ബീൻ എന്നത് ഇറ്റ്സ് ബീൻ എന്ന് നമ്മൾ പറയേണ്ട കാര്യമുള്ളൂ. ഇറ്റ്സ് ഹാസ് ബീൻ എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണത്. ഇറ്റ്സ് ബീൻ 2 years സിൻസ് ഹീ കെയിം ഹിയർ. നോക്കൂ, ഇറ്റ് ഹാസ് ബീൻ എന്ന് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് 2 years എന്നാണ്. അപ്പോൾ ഇറ്റ് ഹാസ് ബീൻ പ്ലസ് ഡ്യൂറേഷൻ ഓഫ് ടൈം ആണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ഉപയോഗിക്കുന്നത് ഇറ്റ് ഹാസ് ബീൻ 2 years സിൻസ്, അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് സിൻസ് ഹീ, പിന്നെ V2 ഫോം. ഇറ്റ് ഹാസ് ബീൻ 2 years സിൻസ് ഹീ കെയിം ഹിയർ. ഇറ്റ് ഹാസ് ബീൻ 6 months സിൻസ് ഷീ കോൾഡ് മീ. അവൾ എന്നെ വിളിച്ചിട്ട് 6 months ആയി. 6 monthന്
മുൻപാണ് വിളിച്ചിട്ടുള്ളത്, പിന്നീട് 6 months വിളിച്ചിട്ടില്ല. ഇറ്റ് ഹാസ് ബീൻ 6 months സിൻസ് ഷീ കോൾഡ് മീ. നോക്കൂ, ഇറ്റ് ഹാസ് ബീൻ കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഡ്യൂറേഷൻ ഓഫ് ടൈമാണ്, 6 months എന്നാണ്. ഞാൻ ഒരു മൂവി കണ്ടിട്ട് 1 മാസമായി. ഇറ്റ് ഹാസ് ബീൻ എ മന്ത് സിൻസ് ഐ സോ എ മൂവി. ഞാനൊരു ബിരിയാണി കഴിച്ചിട്ട് 2 ആഴ്ചയായി. ഇറ്റ് ഹാസ് ബീൻ 2 weeks സിൻസ് ഐ ഏറ്റ് ബിരിയാണി. അപ്പോൾ അതിനർത്ഥം ബിരിയാണി കഴിച്ചിട്ട് 2 weeks ആയി എന്ന് പറയുമ്പോൾ 2 weeksന് മുമ്പ് ഒരു ദിവസം കഴിച്ചാണ്, അത് കഴിഞ്ഞിട്ട് ഈ 2 weeks കഴിച്ചിട്ടില്ല. 2 weeks have passed എന്നാണ്. 2 weeks have passed since I ate ബിരിയാണി. ഇനി സിൻസിൻ്റെ വേറൊരു ഉപയോഗം. സിൻസ് നമുക്ക് റീസൺ പറയുമ്പോൾ ഉപയോഗിക്കാം. പക്ഷേ റീസൺ പറയുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ബിക്കോസ് എന്നാണ്. ബിക്കോസ് ഉപയോഗിക്കാം, പക്ഷേ സിൻസ് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. റീസൺസ് ഓൾറെഡി നോൺ ആണ്, ഓൾറെഡി അറിയാവുന്ന കാരണങ്ങൾ. അതെങ്ങനെയാണ് നോക്കാം നമുക്ക്. എക്സാമ്പിൾ, സിൻസ് ഇറ്റ് ഈസ് റെയിനിങ് ഐ കാൺട്ട് കം ടുഡേ. മഴ പെയ്യുന്നത് കൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല. നമ്മൾ ഒരാളോട് അത് പറയുകയാണ്. സിൻസ് ഇറ്റ് ഈസ് റെയിനിങ് ഐ കാൺട്ട് കം ടുഡേ. മഴ പെയ്യുന്നത് കൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല, എനിക്കിന്ന് വരാൻ പറ്റില്ല എന്ന് നമ്മൾ ഒരാളോട് പറയുകയാണ്. അടുത്ത സെൻറ്റൻസ്, ഐ കാൺട്ട് കം ടുഡേ ബിക്കോസ് ഇറ്റ് ഈസ് റെയിനിങ്. എനിക്ക് വരാൻ പറ്റില്ല, കാരണം എന്തുകൊണ്ടെന്നാൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് 2 സെൻറ്റൻസും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. ഫസ്റ്റ് സെൻറ്റൻസിൽ നമ്മൾ സിൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, സെക്കൻഡ് സെൻറ്റൻസിൽ ബിക്കോസ് ആണ്. ഫസ്റ്റ് സെൻറ്റൻസിൽ നമ്മൾ ആരോടാണോ പറയുന്നത് അയാൾക്ക് ഓൾറെഡി ആ റീസൺ അറിയാം. എന്തുകൊണ്ടാണ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ താമസിക്കുന്ന ഏരിയയിൽ മഴയുണ്ട്, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അയാൾക്കറിയാം. അപ്പോൾ അറിയാവുന്ന ഒരു റീസണാണ്, റീസൺ ഓൾറെഡി നോൺ ആണ്. അപ്പോൾ സിൻസ് പറയുക. സിൻസ് ഇറ്റ്സ് റെയിനിങ് ഐ കാൺട്ട് കം ടുഡേ. അതേസമയം നമ്മൾ ഒരാളോട് സംസാരിക്കുന്നു, അയാൾക്ക് അറിയില്ല എന്തുകൊണ്ടാണ് വരാത്തതെന്ന്. ഐ കാൺട്ട് കം ടുഡേ ബിക്കോസ് ഇറ്റ്സ് റെയിനിങ്. അപ്പോൾ ബിക്കോസ് ഇറ്റ്സ് റെയിനിങ് എന്ന് പറയുമ്പോൾ ബിക്കോസ് കഴിഞ്ഞിട്ട് നമ്മൾ റീസൺ പറയുകയാണ്. ആ റീസൺ നമ്മൾ പറയുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ഒരു പുതിയ ഇൻഫോർമേഷനാണ്, അയാൾക്കതറിയില്ല എന്താ റീസൺ എന്ന്. അപ്പോൾ മനസ്സിലായല്ലോ, സിൻസും റീസൺ പറയാൻ ഉപയോഗിക്കാം, ബിക്കോസ് ഉപയോഗിക്കാം. പക്ഷേ ഇങ്ങനെ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇനി വേറൊരു സിറ്റുവേഷൻ പറയാം. ഗീതയുടെ വീട്ടിൽ ഒരു പാർട്ടി നടക്കാൻ പോകുന്നു, ഒരു പാർട്ടി. പക്ഷേ ഗീത എന്നെ ക്ഷണിച്ചിട്ടില്ല. സീനയെ ക്ഷണിച്ചിട്ടുണ്ട്. സീനയ്ക്ക് അറിയാം എന്നെ ക്ഷണിച്ചിട്ടില്ല എന്ന കാര്യം. അപ്പോൾ സീനയോട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറയുകയാണ്, സിൻസ് ഷീ ഹാസിൻറ്റ് ഇൻവൈറ്റഡ് മീ, സിൻസ് ഗീത ഹാസിൻറ്റ് ഇൻവൈറ്റഡ് മീ, ഐ വോണ്ട് കം ടു ദ പാർട്ടി. ഗീത എന്നെ ക്ഷണിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ പാർട്ടിക്ക് വരുന്നില്ല. സീനയ്ക്കറിയാം എന്നെ ക്ഷണിച്ചിട്ടില്ല എന്ന കാര്യം. ഇനി വേറൊരാളോട് ഞാൻ പറയുകയാണ്, അലക്സിനോട്. അലക്സിന് അറിയില്ല എന്നെ ക്ഷണിച്ചിട്ടില്ല എന്ന കാര്യം, അലക്സിന് അറിയില്ല. ഞാൻ അലക്സിനോട് പറഞ്ഞു, ഐ വോണ്ട് കം ടു ദ പാർട്ടി ബിക്കോസ് ഗീത ഹാസിൻറ്റ് ഇൻവൈറ്റഡ് മീ. മനസ്സിലായില്ലേ ഡിഫറൻസ്? 2 തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഓൾറെഡി നോൺ റീസൺ പറയുമ്പോഴാണ് സിൻസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഡിഫറൻറ്റ് യൂസസ് ഓഫ് സിൻസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇല്ലേ? ഇനി ഏത് പാർട്സ് ഓഫ് സ്പീച്ചിൽ പെടുന്നു സിൻസ് എന്ന് ചോദിച്ചാൽ, സിൻസ് നമുക്ക് പ്രപ്പോസിഷനായിട്ട് ഉപയോഗിക്കാം, സിൻസ് നമുക്ക് കഞ്ചങ്ഷനായിട്ട് ഉപയോഗിക്കാം, സബോർഡിനേറ്റിംഗ് കഞ്ചങ്ഷൻ. പിന്നെ നമുക്ക് ആഡ്വേർബായിട്ടും ഉപയോഗിക്കാം. ഐ ഹാവ് ബീൻ സിറ്റിംഗ് ഹിയർ സിൻസ് മോർണിംഗ് എന്ന് പറയുമ്പോൾ മോർണിംഗ് മുതൽ ഞാനിവിടെ ഇരിക്കുകയാണ്. സിൻസ് മോർണിംഗ് ഇത് ഒരു പ്രപ്പോസിഷനായിട്ടാണ് ആ സെൻറ്റൻസിൽ സിൻസ് ഉപയോഗിച്ചിരിക്കുന്നത്. He left the house at 6 this morning. We haven't seen him since. അവൻ ഇന്ന് രാവിലെ 6 o'clock വീട്ടിൽ നിന്ന് പോയി. We haven't seen him since. ഇതുവരെ അവനെ കണ്ടിട്ടില്ല. പിന്നെ അവിടെ സിൻസ് ഉപയോഗിച്ചിരിക്കുന്നത് എൻഡിലാണ്, ഒരു സെൻറ്റൻസിൻ്റെ എൻഡിലാണ്. അവിടെ സിൻസിൻ്റെ ഉപയോഗം ആഡ്വേർബായിട്ടാണ്.
വി ഹാവിൻ സീൻ ഹിം സിൻസ് ഹീ ലെഫ്റ്റ് ദ ഹൗസ്. അവൻ വീട്ടിൽ നിന്ന് പോയതിന് ശേഷം ഞങ്ങൾ അവനെ കണ്ടിട്ടില്ല. വി ഹാവിൻ സീൻ ഹിം സിൻസ് ഹീ ലെഫ്റ്റ് ദ ഹൗസ് എന്ന് പറയുമ്പോൾ അവിടെ സിൻസ് ഉപയോഗിച്ചിരിക്കുന്നത് കൺജങ്ഷനായിട്ടാണ്. രണ്ട് ക്ലോസുകളെ തമ്മിൽ കണക്റ്റ് ചെയ്യുകയാണ് അവിടെ അത് ചെയ്യുന്നത്. ഇനി സിൻസ് എന്ന വാക്ക് നമുക്ക് ഒരു സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ ഉപയോഗിക്കാം, ഒരു സെൻറ്റൻസിൻ്റെ മിഡിൽ ഉപയോഗിക്കാം, ഒരു സെൻറ്റൻസിൻ്റെ എൻഡിലും ഉപയോഗിക്കാം. സിൻസ് ഇറ്റ്സ് റെയിനിങ് ഐ കാൺട്ട് ഗോ ഔട്ട്. മഴ പെയ്യുന്നത് കൊണ്ട് എനിക്ക് പുറത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല. സിൻസ് ഇറ്റ്സ് റെയിനിങ്. അവിടെ നോക്കൂ, സിൻസ് സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ് ഹാസ് ബീൻ 3 hours സിൻസ് ഹീ ലെഫ്റ്റ് ദ ഹൗസ്. അവൻ വീട്ടിൽ നിന്ന് പോയിട്ട് 3 hours ആയി. ഇറ്റ് ഹാസ് ബീൻ 3 hours സിൻസ് ഹീ ലെഫ്റ്റ് ദ ഹൗസ്. ഇവിടെ സിൻസ് ഉപയോഗിച്ചിരിക്കുന്നത് സെൻറ്റൻസിൻ്റെ മിഡിൽ. ഹീ ലെഫ്റ്റ് ദ ഹൗസ് അറ്റ് 6 this morning. വി ഹാവിൻ സീൻ ഹിം സിൻസ്. നോക്കൂ, സിൻസ് എൻഡിൽ ഉപയോഗിച്ചു. അപ്പോൾ ഇന്ന് നമ്മുടെ ലെസൺ സിൻസ് എന്ന ആ വാക്കിനെ പറ്റി അതെവിടെയൊക്കെ ഉപയോഗിക്കും, ഏതെല്ലാം തരത്തിൽ ഉപയോഗിക്കാം എന്നൊക്കെ ഒരു ഐഡിയ കിട്ടിയില്ലേ?